ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിലെ ഫോർത്ത് മൊഡ്യൂളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടെൻഡറിങ് ആണ്. അപ്പോൾ ടെൻഡർ എന്താണ്? നമ്മൾ പല രീതിയിലും കേട്ടിട്ടുണ്ട്. ടെൻഡർ വിളിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ടെൻഡർ എന്ന് പറയുന്നത്. സോ construction bidding or tendering is the process of submitting a proposal to undertake or manage a construction project. The process starts with the cost estimate from blueprints. The tender is treated as an offer to do work for a certain amount of money or a certain amount of profit. The contractors will be invited to submit sealed bids of construction. Whenever a government agency or a firm wants certain work to be done, services to be rendered or any purchases to be made, they float tenders in order to get the work done at a കോമ്പറ്റീറ്റീവ് പ്രൈസ്. അതായത് നമ്മുടെ ഒരു ഗവൺമെൻറ് ഓർ ഏതെങ്കിലും ക്ലൈൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസീസ് അവർക്ക് നമ്മൾ അവരുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ കോൺട്രാക്ടേഴ്സ് വേണം. കാരണം അവരുടെ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടേഴ്സിനെ സെലക്ട് ചെയ്യണം. സോ അതിനവരെന്ത് ചെയ്യും? ആ ഒരു ടെൻഡറിൻ്റെ നോട്ടീസ് കാര്യങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് വിടും. സോ അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാക്ടേഴ്സ് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഇവരെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ എല്ലാവരും സെലക്ട് ചെയ്യണമെന്നില്ല. ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ആയിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞവരെയാണ് ഇവർ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യം വരുമ്പോൾ പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ടെൻഡർ ഡോക്യുമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ? നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്. നോട്ടീസ്, പിന്നെ ടെൻഡർ ഫോം വിത്ത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഓഫ് കോൺട്രാക്റ്റ്, ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ്, സ്പെഷ്യൽ ടേംസ് ആൻഡ് കണ്ടീഷൻ, നേച്ചർ ഓർ സ്കോപ്പ് ഓഫ് വർക്ക് ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ, കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക്, special specification and additional condition of contract, approved drawings, dispute resolution. സോ ഇനി ടൈപ്സ് ഓഫ് ടെൻഡർ ആണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ ടെൻഡർ. പേര് പോലെ തന്നെ നമുക്ക് നോക്കാം. ഓപ്പൺ ടെൻഡേഴ്സ് ആർ ഇൻ വിച്ച് ബിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ പ്രോസസ്സിനെ പറയുന്നതാണ്. ഇൻവൈറ്റഡ് ഫ്രം ഓൾ കോൺട്രാക്ടേഴ്സ് ആൻഡ് ഓപ്പൺ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇന്ത്യൻ ട്രേഡ് ജേർണൽ വിൽ published. Open tender is a transparent process which ensures that only the contractor with the best price meeting all the technical requirements win the tender. അതായത് നമ്മൾ ഓപ്പൺ ആയിട്ട് ടെൻഡർ വിളിക്കണം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ആര് വരണം? കോൺട്രാക്ടേഴ്സ് വരണം. സോ നമുക്കിത് എങ്ങനെയാണ്? ന്യൂസ് പേപ്പർ വഴിയോ ഇതിൻ്റെ ഇത് നമുക്ക് ലീക്ക് ചെയ്ത് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കൊടുക്കാം. സോ അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്യും? അപ്രോച്ച് ചെയ്യും. സോ അപ്രോച്ച് ചെയ്ത കോൺട്രാക്ടേഴ്സിന് എങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യാം? ഞാൻ പറഞ്ഞു ലീസ്റ്റ് മണി, ഏറ്റവും കുറഞ്ഞ രീതിയിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. കുറഞ്ഞ രീതി മാത്രം നോക്കില്ല, അവരുടെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. നമ്മൾ മീൻസ് നമ്മുടെ ആരാണോ ക്ലൈൻറ്റ്, അപ്പോൾ ഏതാണോ അതോറിറ്റി അവർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിമിറ്റഡ് ടെൻഡർ ഓർ സെലക്റ്റീവ് ബിഡിംഗ് ആണ്. ഓൺലി സെലക്റ്റഡ് നമ്പർ ഓഫ് കോൺട്രാക്ടേഴ്സ് ആർ ഇൻവൈറ്റഡ് ടു ബിഡ് ഓർ ക്വൈറ്റ് ദെയർ റേറ്റ്സ് ഫോർ ദ സപ്ലൈ ഓഫ് ആർട്ടിക്കിൾസ് ഓർ ടു എക്സിക്യൂട്ട് ദ വർക്ക് adopted for specialized project. First step is a pre-qualification process for a selection of a RIT contractors. Tender documents are issued to these selected bidders qualified in this pre-qualification process. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ലിമിറ്റഡ് ടെൻഡർ അല്ലെങ്കിൽ സെലക്ട്. ഇതിൽ നമുക്കറിയാം നമ്മളെല്ലാവർക്കും കൂടിയിട്ട് ഈ ടെൻഡറിങ് പ്രോസസ്സ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അവർ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ആൾക്കാരെ മാത്രം ചൂസ് ചെയ്തിട്ട് അവരെ മാത്രമാണ് ഇതിൽ ഇൻവൈറ്റ് ചെയ്യണത്. സോ തേർഡ് എന്ന് പറയുന്നത് സിംഗിൾ ഓർ ഇൻവൈറ്റഡ് ടെൻഡർ. ഓൺലി എ സിംഗിൾ ഫേം ഓർ കോൺട്രാക്ടർ ഈസ് ഇൻവൈറ്റഡ് ഫോർ ദ ടെൻഡർ. ഇഫ് ദ കോട്ടഡ് റേറ്റ്സ് ആർ ഹൈ, നെഗോഷിയേഷൻ പ്രയർ ടു അഗ്രിമെൻറ്റ് ആർ ഡൺ വിത്ത് ദ കോൺട്രാക്ടർ നോർമലി സെലക്റ്റഡ് ഫോർ സ്പെഷ്യലൈസ്ഡ് വർക്ക്. ഇതിന് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ മാത്രമാണ് ഇൻവൈറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അവരുമായിട്ട് വർക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളതിലേക്ക് പോവും. ഫോർത്ത് വൺ എന്ന് പറയുന്നത് റേറ്റ് കോൺട്രാക്റ്റ് ആണ്. നോർമലി ഫോർ സപ്ലൈ ഓഫ് സ്റ്റോർ ഐറ്റംസ് ഇറ്റ് സ്പെസിഫൈസ് സപ്ലൈ അറ്റ് എ ഫിക്സഡ് റേറ്റ് ഡ്യൂറിങ് പീരീഡ് ഓഫ് കോൺട്രാക്റ്റ് റെസ്പെക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി. ഒരു സ്പെഷ്യൽ ഫിക്സഡ് റേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺട്രാക്റ്റ് ചെയ്യുന്നത്.
അടുത്തത് ടെൻഡറിങ് പ്രോസസ്സ്. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? പ്രീ ക്വാളിഫിക്കേഷൻ പ്രോസസ്സ് ഫോർ കോൺട്രാക്ടേഴ്സ്, അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. സെക്കൻഡ് ടെൻഡർ ഇൻവിറ്റേഷൻ. തേർഡ് സബ്മിഷൻ ഓഫ് ബിഡ്സ്. ഫോർത്ത് അനാലിസിസ് ഓഫ് സബ്മിറ്റഡ് ടെൻഡേഴ്സ്. ഫിഫ്ത്ത് ഇവാലുവേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ്. സെവൻത്ത് വൺ വർക്ക് ഓർഡർ ആണ്. എയ്ത്ത് വൺ എഗ്രിമെൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. പ്രീ ക്വാളിഫിക്കേഷൻ. എന്താണ് പ്രീ ക്വാളിഫിക്കേഷൻ? കാപ്പബിലിറ്റി അസസ്മെൻറ്റ് ഓഫ് ഫേംസ് ഓർ കോൺട്രാക്ടർ ടു ക്യാരി ഔട്ട് എ പർട്ടിക്കുലർ കോൺട്രാക്ടർ prior to being invited to submit a bid. Contractor pre-qualification is an information gathering and assessment process that determines a contractor's capability, resources, management process and performance to successfully complete a project, especially required for large and complex work. സോ ഈ ഒരു ഇത് ചൂസ് ചെയ്യുന്നത് എപ്പോഴും ലാർജ് വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. സോ ഇതിൽ വരുന്ന കോൺട്രാക്ടേഴ്സ്, നമ്മൾ സെലക്ട് ചെയ്യേണ്ട കോൺട്രാക്ടേഴ്സ് എപ്പോഴും നല്ല ഹൈ ക്വാളിറ്റി, അവർക്ക് വർക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റിയിട്ടുള്ള ഒരാളായിരിക്കണം. ഒരിക്കലും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളെ ഇവരെ ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ക്വാളിറ്റിയിൽ നല്ല എക്സ്പീരിയൻസ്ഡായി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കണം എപ്പോഴും എന്തുണ്ടാവുക, എപ്പോഴും സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ലീസ്റ്റ് എമൗണ്ടിലും നമ്മുടെ വർക്ക് കൊണ്ടുപോകാൻ പറ്റി, ചെയ്തു തരാൻ പറ്റിയ ഒരാളെ വേണം സെലക്ട് ചെയ്യാൻ. അടുത്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ എൻഹാൻസസ് പാർട്ടിസിപ്പേഷൻ ഓഫ് സീരിയസ് കോൺട്രാക്ടേഴ്സ് സിൻസ് അൺക്വാളിഫൈഡ് ബിഡേഴ്സ് ആർ എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞു. ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും ഇതിൽ നിന്ന് അപ്പോൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. റെഡ്യൂസസ് ഹൈ കോസ്റ്റ് ഓഫ് ബിഡിങ്. ഞാൻ പറഞ്ഞു ഹൈ കോസ്റ്റ് ഉള്ളത് എപ്പോഴും എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. പിന്നെ ഗീവ്സ് ഏർലി വാർണിംഗ് ഓഫ് കോമ്പറ്റീഷൻ പൊട്ടൻഷ്യൽ. റെഡ്യൂസ് കംപ്ലയിൻസ് ഓഫ് ക്വാളിഫൈഡ് ബിഡേഴ്സ് ഗീവ്സ് പീസ് ഓഫ് മൈൻഡ്. അപ്പം നല്ല അറിവും കാര്യങ്ങളുള്ള ആളാണ് കോൺട്രാക്ടർ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കംപ്ലയിൻസും കുറയും. പിന്നെ എംപ്ലോയീസിനായിട്ട് വർക്ക് കാര്യങ്ങളും നല്ല പീസ് ഓഫ് മൈൻഡിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരാൾ കൂടി ആയിരിക്കും. അടുത്തത് വരുന്നത് എന്താണ്, പ്രോസസ്സാണ്. പ്രിപ്പയർ ആൻഡ് ഇഷ്യൂയിങ് എ പ്രീ ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. അതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ദ ക്ലയൻറ്റ് ഓർ ഓർഗനൈസേഷൻ ഹാസ് ടു സെറ്റ് അപ്പ് ദ റിക്വയർമെൻറ്റ് ഫോർ ദ റൈറ്റ് കോൺട്രാക്ടർ who can effectively carry out the specified work. ആ വർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു കോൺട്രാക്ടർ തന്നെ ക്ലയൻറ്റ് സെറ്റപ്പ് ചെയ്ത് വെക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് നോട്ടിഫിക്കേഷൻ ആണ്. അനൗൺസ്മെൻറ്റ് ഫോർ പ്രീ ക്വാളിഫിക്കേഷൻ പ്രോസസ് വിൽ ബി അഡ്വർടൈസ്ഡ് ഇൻ ലീഡിംഗ് ന്യൂസ് പേപ്പർ ആൻഡ് ട്രേഡ് ജേർണൽസ്. അടുത്തത് പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻസ്. കോൺട്രാക്ടേഴ്സ് ക്യാൻ submit the pre-qualification forms once it is properly advertised. The commonly required documents for pre-qualification include financial information, detail of similar work, concurrent commitment, certificate of completed jobs, structure and organization of firm, details of technical and administrative personnel, details of plant and equipment. സോ നമുക്ക് ഈ നോട്ടീസ് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കോൺട്രാക്ടേഴ്സിനെ തിരിച്ച് അവരെ അപ്രോച്ച് ചെയ്യാം. അവർക്കും താല്പര്യമുണ്ട്, ഈ വർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ താല്പര്യപ്പെടുന്ന സമയത്ത് അവർ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ആ ഡോക്യുമെൻറ്റ്സ് ആണ്, അതായത് അവർ മുന്നേ ചെയ്തിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ അവർ ഇതുപോലെ ചെയ്തിട്ടുള്ള വർക്ക്, അതുപോലെ അവരുടെ പിന്നിലുള്ള ഫോംസ് കാര്യങ്ങളും എല്ലാം കൂടി, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ അവരെന്ത് ചെയ്യണം, തിരിച്ചും കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഫോർത്ത് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സെലക്ഷൻ സ്റ്റേജാണ്. വേ ഓഫ് ഫില്ലിംഗ് അപ്ലിക്കേഷൻ, ലീഗൽ കൺസിഡറേഷൻ, എലിജിബിലിറ്റി ടു അപ്ലൈ. അപ്പോൾ നമ്മളിതൊക്കെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്യും, എങ്ങനെയാണ് ക്വാളിറ്റി ഉള്ളതാണോ, അല്ലെങ്കിൽ അവരുടെ വർക്ക്സ് എങ്ങനെയാണ്, അവരുടെ എമൗണ്ട് അല്ലെങ്കിൽ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേജിനെയാണ് അപ്ലിക്കേഷൻ. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ അപ്ലിക്കേഷനെ സെലക്ട് ചെയ്യും. അടുത്തത് ഓപ്പണിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് അപ്ലിക്കേഷൻ. ആഫ്റ്റർ സെലക്ടിങ് ക്വാളിഫൈഡ് അപ്ലിക്കേഷൻ, സ്യൂട്ടബിൾ കോൺട്രാക്ടർ മേ ബി സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ റിക്വയർഡ്. നമ്മൾ കുറച്ച് സോർട്ട് ചെയ്ത് വെക്കും, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടറെ തന്നെ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. ഇനി ക്രൈറ്റീരിയ ഫോർ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഇപ്പോൾ കുറേ ക്വാളിഫിക്കേഷൻ വേണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം കോൺട്രാക്ടർ എന്ന് പറഞ്ഞു. സോ അതിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് ഇൻഫർമേഷൻ ആണ്. ഓൺലി ദോസ് കോൺട്രാക്ടേഴ്സ് ഹു ഹാസ് ക്യാരിഡ് ഔട്ട് സിമിലർ നാച്ചർ ഓഫ് വർക്ക് ഓഫ് എ മിനിമം കോൺട്രാക്ട് സം ഈസ് ക്വാളിഫൈഡ് ആൻഡ് റിക്വസ്റ്റഡ് ടു സബ്മിറ്റ് ടെൻഡർ.
പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഓഫൺ ബാലൻസ് ഷീറ്റ് സർട്ടിഫൈഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ട് ഫോർ എ ടൈം പീരീഡ്. പിന്നെ വർക്ക് ക്വാളിറ്റി ആണ്, ക്വാളിറ്റി അക്രീഡിയബിൾ ഓൺ റിക്വയർമെൻറ്റ്, പാസ്റ്റ് പെർഫോമൻസ് ഓർ എക്സ്പീരിയൻസ് റെക്കോർഡ് വിത്ത് certain time period. പിന്നെ എബിലിറ്റി ടു കംപ്ലൈ വിത്ത് റിക്വയർഡ് പെർഫോമൻസ് ആൻഡ് ടൈം ഷെഡ്യൂൾ, health and safety record, resource availability including personal equipment etc., technical and organizational ability, ability to innovate, alternate proposal. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗുഡ് ക്വാളിറ്റി എന്താണ് കോൺട്രാക്ടറെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് ആൾക്ക് എന്താ ബിസിനസ് ഇൻഫർമേഷൻ വേണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കും, അയാളുടെ വർക്കിൻ്റെ ക്വാളിറ്റി നോക്കും, അതുപോലെ തന്നെ ആളുടെ രീതിയിൽ റിസോഴ്സ് അവൈലബിലിറ്റിയും എല്ലാം നോക്കി ചൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലയൻറ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടെൻഡർ നോട്ടീസാണ്. നമ്മൾ പറഞ്ഞു ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നോട്ടീസ് ഇറക്കും. ടെൻഡർ നോട്ടീസ് ഈസ് ഇഷ്യൂഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം കോളിംഗ് ടെൻഡേഴ്സ് ഫോർ എക്സിക്യൂഷൻ ഓഫ് സം വർക്ക്. എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ ഈസ് പബ്ലിഷ്ഡ് ഇൻ ന്യൂസ് പേപ്പർ ആൻഡ് സച്ച് അഡ്വർടൈസിങ് മീൻസ് ടു ഗെറ്റ് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ബിഡ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ന്യൂസ് പേപ്പർ വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഈ നോട്ടീസ് ഇറക്കും. സോ അത് കണ്ട് അപ്രോച്ച് ചെയ്യും ആര്, കോൺട്രാക്ടേഴ്സ്. പിന്നെ ടെൻഡർ നോട്ടീസ് ഷുഡ് ഇൻക്ലൂഡ് ഇൻഫോർമേഷൻ സച്ച് എസ് നെയിം ഓഫ് ക്ലയൻറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് കോളിംഗ് ഫോർ ടെൻഡേഴ്സ്, നെയിം ഓഫ് വർക്ക് ആൻഡ് ലൊക്കേഷൻ. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ആദ്യം ക്ലയൻറ്റിൻ്റെ നെയിം ഇൻക്ലൂഡ് ചെയ്യും, അതുപോലെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യും, എവിടെയാണ് വർക്ക്, എന്താണ് വർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ, അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽസ് കൊടുക്കും. പിന്നെ എന്താ, കണ്ടീഷൻ ഫോർ എലിജിബിലിറ്റി ഓഫ് കോൺട്രാക്ടിങ് ഏജൻസി ടു സബ്മിറ്റ് ദ ബിഡ്, ഡെസിഗ്നേഷൻ ഓഫ് ഓഫീസർ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്, പിന്നെന്താ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കും, ടൈം കൊടുക്കും, പിന്നെന്താ എത്ര പീരീഡ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ടെൻഡർ ഫോംസ് നമ്മൾ കൊടുക്കും, കോസ്റ്റ് ഓഫ് ടെൻഡർ ഡോക്യുമെൻസും കൊടുക്കും, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് ടൈം ഓഫ് പ്രൊജക്റ്റ് കംപ്ലീഷൻ ആൻഡ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് നമ്മൾ ഇതിൽ കൊടുക്കും. പിന്നെ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അതിനെ പറയുന്നതാണ് EMI. പിന്നെ ഡേറ്റ്, ടൈം, പ്ലേസ്, നമ്മൾ ഇതെല്ലാം ടെൻഡറിങ് എന്നാണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെയൊക്കെ കൊടുത്തിട്ടാണ് നോട്ടീസ് ഇറക്കുക. അടുത്തത് ടെൻഡർ ഫോം എന്താണെന്നാണ്. The tender form is separated by the client or their consultant and signed by the tenderer. ആരാണ് ഇത് ഉണ്ടാക്കുക, ക്ലയൻറ്റ് അല്ലെങ്കിൽ ആരാണ് കൺസൾട്ടൻറ്റ്, അവരാണ് ഈ ടെൻഡർ ഫോം പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഡോക്യുമെൻറ്റ് ഗീവിംഗ് ദ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്, കോൺട്രാക്ടർ റേറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് വർക്ക്, എസ്റ്റിമേറ്റഡ് മണി, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ടൈം അലൗഡ് ഫോർ ദ വർക്ക്, കോളംസ് ഫോർ പാർട്ടിസിപ്പൻറ്റ് സിഗ്നേച്ചർ. അതായത് വർക്കിനുള്ള എമൗണ്ട്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ക്വാണ്ടിറ്റീസ്, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് മണി, സെക്യൂരിറ്റഡ് മണി, ഇതെല്ലാം എന്ത് ചെയ്യും, ഈ ഫോമിൽ ഇൻക്ലൂഡ് ആണ്. കോൺട്രാക്ടേഴ്സ് കൺഫേംസ് bid after reviewing and agreeing the provided details. Tender form is a formal acknowledgement that the tenderer understands and accepts the terms of condition of the tender documents and any other requirement that are stipulated. അടുത്തത് സബ്മിഷൻ ഓഫ് ബിഡ്സ് ആണ്. വൺസ് ദ NIT നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ ഈസ് റിലീസ്ഡ്, കോൺട്രാക്ടർ ക്യാൻ ഡിസൈഡ് ടു മേക്ക് ആൻ ഓഫർ. കോൺട്രാക്ടർ ക്യാൻ ക്യാരി ഔട്ട് അനാലിസിസ് ഓഫ് റിക്വയർഡ് വർക്ക്സ് ആൻഡ് ക്യാൻ എസ്റ്റിമേറ്റ് ദ കോസ്റ്റ്. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ പ്രൊജക്ട്, ബിഡ്സ് മേ ബി സബ്മിറ്റഡ് ആസ് എ സിംഗിൾ പാക്കേജ് ഓർ ഇൻ 2 പാർട്സ്, ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ. സോ നമ്മൾ ഈ ടെൻഡർ നോട്ടീസ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് ആ വർക്ക് ഒന്ന് അനലൈസ് ചെയ്യാം, അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്ത് ഏകദേശം എത്രയാവും ആ വർക്കിന്, അല്ലെങ്കിൽ ഇവർ എത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ആർക്ക് പറയാൻ പറ്റും, കോൺട്രാക്ടർക്ക് പറയാൻ പറ്റും. സോ അടുത്തത് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ടെൻഡേഴ്സ്. അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ടെൻഡേഴ്സ് ആർ ജനറലി ക്യാരിഡ് ഔട്ട് ബൈ ആൻ ഇവാലുവേഷൻ കമ്മിറ്റി. ഇത് ഇവാലുവേഷൻ കമ്മിറ്റിയാണ് നടപ്പിലാക്കുക. കമ്മിറ്റീസ് tenders and prepares a comparative statement. അപ്പോൾ അത് compares all rates and condition and submits a recommendation for award of job. സോ ആരാണിത് ക്യാരിഡ് ഔട്ട് ചെയ്യണത്, ഇവാലുവേഷൻ കമ്മിറ്റിയാണ് ആദ്യം അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണത്. 6th വൺ എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ആണ്. വെൻ ദ അതോറിറ്റി അപ്രൂവ്സ് റെക്കമെൻഡേഷൻ ഓഫ് ടെൻഡേഴ്സ് കമ്മിറ്റി, ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് വിൽ ബി ഇഷ്യൂഡ് ടു കോൺട്രാക്ട് ടു സബ്മിറ്റ്സ് ഡീറ്റെയിൽസ് സച്ച് ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഇൻകം ടാക്സ് ക്ലിയറൻസ്, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആൻഡ് കോൺട്രാക്ടർ will be requested to pay the balance amount of ST.
അതായത് ലെറ്റർ ഓഫ് ഇൻറ്റൻ്റ് ആണ് പറയുന്നത്. എന്താ അതോറിറ്റി നമ്മളിതിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ ദ അതോറിറ്റി അപ്രൂവ്സ് ദ റെക്കമെൻഡേഷൻ ഓഫ് ടെൻഡർ കമ്മിറ്റി ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് വിൽ ബി, അപ്പോഴാണ് നമ്മൾ ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് എന്ത് ചെയ്യണത്, കോൺട്രാക്ടർക്ക് ഇഷ്യൂ ചെയ്യണത്. അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഇൻകം ടാക്സ് ക്ലിയറൻസ്, ഏർണസ്റ്റ് മണി, പിന്നെന്താ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് വിൽ ബി converted to security deposit and the contractor will request to pay the balance amount of ST. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, നമ്മൾ എന്ത് പറഞ്ഞു, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. എന്താണ് ഏണസ്റ്റ് മണി? EMD ഈസ് എ മാൻഡറ്ററി ഡെപ്പോസിറ്റ് ദാറ്റ് ദ കോൺട്രാക്ടർ ഹാവ് ടു ഡെപ്പോസിറ്റ് വൈൽ സബ്മിറ്റിംഗ് ദ ടെൻഡർ. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്, കോൺട്രാക്ടർ സബ്മിറ്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ദ ഓർഗനൈസേഷൻ ടു എൻഷുർ ദാറ്റ് ഓൺലി സീരിയസ് ബിഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ടെൻഡർ. നമ്മൾ ടെൻഡർ വിളിക്കുമ്പോൾ നമ്മൾ കുറേ കോൺട്രാക്ടേഴ്സ് വരും. സോ അവർ ഫേക്ക് അല്ല, റിയൽ ആണ്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരാൾ. ചിലപ്പോൾ അവർ വർക്ക് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും, മുങ്ങിപ്പോകാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടാവും. സോ അതൊന്നും അല്ലാതെ അവർ റിയൽ ആണെന്നുള്ള ഒരു പ്രൂഫിന് വേണ്ടി കുറച്ച് എമൗണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. അത് വർക്കിന് ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് ദ അഷുറൻസ് ഫോർ guarantee from the contractor in the form of cash that is of confirming his intention to take up the work is accepted. Usually 1% to 2% of the total estimated cost of the work is taken as EMD. EMD of a unsuccessful contractor will be refunded. അടുത്തത്, if the lowest quoted contractor refuses to take up the work, EMD will be fitted by the client. Main objective of collecting earnest money deposit. എന്തിനാണ് നമ്മൾ ഈ ഏർണസ്റ്റ് മണി കളക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, to avoid the contractor from refusing to accept the contract if awarded the work, to avoid unnecessary competition from non-competent contractors, to compensate for the loss of client for offering the work to second lowest tender. അതായത് നമ്മളൊരു വർക്ക് ഏറ്റെടുത്തു, നമ്മുടെ വർക്ക് ഒരു കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഇത് തന്നിട്ട് പിന്നെ അവരത് ഒഴിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മളൊരു സെക്യൂരിറ്റി ആയിട്ട് ഡെപ്പോസിറ്റ് വാങ്ങിച്ചു വയ്ക്കുക. വർക്കിന് ശേഷം അത് അവർക്ക് തിരിച്ചു കൊടുക്കും. പല സിറ്റുവേഷനിലും ചീറ്റിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വീട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പണിതിട്ട് അതിന് വേറെ മിസ്റ്റേക്സ് ഒന്നുമില്ല, ക്ലയൻറ്റിന് ഉറപ്പ് വരുത്തണ വരെ നമുക്കിത് കൊടുക്കുക. അല്ലെങ്കിൽ ക്ലയൻറ്റിന് അത് നഷ്ടമായിരിക്കും. അവർ ഒരു ബാഡ് വർക്ക് അല്ലെങ്കിൽ ബാഡ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്കും കൊണ്ടുപോയിട്ട് നമുക്കത് നഷ്ടം വരിക, അല്ലെങ്കിൽ ക്ലയൻറ്റിന് നഷ്ടം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. സോ ആ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന ഒരു ഇതാണ്. അടുത്തത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. ST എന്ന് പറയും. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ബൈ ദ കോൺട്രാക്ടർ ഹൂസ് ടെൻഡർ ഹാസ് ബീൻ അക്സെപ്റ്റഡ് ഇൻ ഓർഡർ ടു റെൻഡർ ഹിംസെൽഫ് ലയബിൾ ഫോർ സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് വർക്ക്. Once the tender of a contractor is accepted by the client, the contractor is to deposit about 10% of the tender amount with the client. This amount is inclusive of the EMD paid. This deposit serves as a guarantee that the work will be completed as per specification and within scheduled time. Deposit is refundable after prescribed maintenance period. Any defect during this period will be rectified utilizing amount from ST deposit. അതായത് ST ഡെപ്പോസിറ്റ് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു വാക്ക്, അതായത് അത് അതേപടി തന്നെ നടപ്പിലാക്കാം, ഗുഡ് ക്വാളിറ്റിയിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലയൻറ്റിനുള്ള ഒരു പ്രൂഫ്, ഒരു ഇതിനായിട്ടാണ് നമ്മൾ ST ചെയ്യണത്. സോ വർക്കിന് ശേഷം നമുക്കത് തിരിച്ചെടുക്കാവുന്നതാണ്. 7th വൺ എന്ന് പറയുന്നത് വർക്ക് ഓർഡർ ആണ്. വർക്ക് ഓർഡർ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ ടെൻഡർ ആൻഡ് ഡോക്യുമെൻറ്റ്സ് submission by the bidder, work order can be issued. Work order contains special terms and conditions. Mode of payment, payment of security deposit, total value of contract. In work order, contractor is asked to enter into an agreement with owner and initiate work. എന്താണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറയണം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്രയാണെന്ന് നോക്കണം. ടോട്ടൽ വാല്യൂ ഓഫ് കോൺട്രാക്റ്റും ഇതിൽ നോക്കണം. അടുത്തത് അഗ്രിമെൻ്റ് ആണ്. 8ാമത്തെ അഗ്രിമെൻ്റ് ആണ്. എസ്റ്റാബ്ലിഷസ് ആൻ അഗ്രിമെൻറ്റ് വിത്ത് ഓണറായിട്ട് ഒരു അഗ്രിമെൻറ്റ് വെക്കുകയാണ്. അഗ്രിമെൻറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡാണ്? ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ്, വർക്ക് ഓർഡർ, പിന്നെ ജനറൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്, സ്പെഷ്യൽ കണ്ടീഷൻ ഓഫ് കോൺട്രാക്റ്റ്, സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ഡ്രോയിങ്സും ഇൻക്ലൂഡഡ് ആണ്. അഗ്രിമെൻറ്റ് നീഡ് ടു ബി സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. രണ്ട് ആൾക്കാരും, ക്ലയൻറ്റും അതുപോലെ കോൺട്രാക്ടറും സൈൻ ചെയ്യിക്കണം.
നമ്മളതൊരു കോൺട്രാക്റ്റ് പോലെ വെക്കുകയാണ്. അടുത്തത് മെഷർമെൻ്റ് ആണ്. പ്രോപ്പർ മെഷർമെൻറ്റ് ഓർ അസസ്മെൻറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഇൻ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ് നെസസറി ഫ്രം ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ടു ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് വിച്ച് ഡിറ്റർമൈൻസ് ദ പേയ്മെൻറ്റ് ഫോർ ദ പ്രൊജക്റ്റ്. പ്രോപ്പർ അക്യുറൻസി മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. എന്താണ് പ്രോപ്പർ മെഷർമെൻറ്റ് ഓർ അസസ്മെൻറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഇൻ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് മെഷർമെൻറ്റ് ചെയ്തിരിക്കാം എന്തൊരു വർക്കിൽ. പിന്നെന്താ നെസസറി ഫ്രം ഇനീഷ്യൽ എസ്റ്റിമേറ്റ്സ് ടു ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രൊജക്റ്റ്. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് നമ്മൾ ഇപ്പോൾ എന്തൊക്കെ ഇപ്പോൾ കോസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും ഇനീഷ്യൽ എസ്റ്റിമേറ്റ് തൊട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫൈനൽ സ്റ്റേജ് ഓഫ് വർക്ക് വരെ അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അതുപോലെ മെഷർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ മെഷർമെൻറ്റ് ബുക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റെക്കോർഡ് ബുക്ക് ഇൻ വിച്ച് ദ മെഷർമെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഫോർ ദ വർക്ക് ഡൺ ബൈ ദ കോൺട്രാക്ടർ ഓർ ഫോർ ദ മെറ്റീരിയൽ റിസീവ്ഡ് അറ്റ് സൈറ്റ് ഓർ സർവീസ് റെറ്റഡ്. മെഷർമെൻറ്റ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ വർക്ക് കോൺട്രാക്ടർ ചെയ്യുന്ന വർക്ക് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽസും എത്ര മെറ്റീരിയൽസ് കാര്യങ്ങളും ആവശ്യമായിട്ടെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബുക്കിനെയാണ് മെഷർമെൻറ്റ് ബുക്ക് എന്ന് പറയുക. പേയ്മെൻറ്റ്സ് ടു കോൺട്രാക്ടർ ആൻഡ് അതർ വർക്കേഴ്സ് ആർ ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് ഡാറ്റ. അതായത് ആ ബുക്കിൽ നമ്മളിപ്പോൾ ഇത്ര വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഇത്ര അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കിയിട്ടാണ് ആരുടെ കോൺട്രാക്ടേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും പേയ്മെൻറ്റ് കൊടുക്കുക. ഹെൻസ് മെഷർമെൻറ്റ് ബുക്ക് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ഓഫ് ക്വാണ്ടിറ്റീസ്. മെഷർമെൻറ്റ് ബുക്ക് മസ്റ്റ് ബി റിട്ടൺ ദാറ്റ് ദ ട്രാൻസാക്ഷൻ ആർ റെഡിലി ട്രേസബിൾ. അടുത്തത് all the details of actual measurement, length, breadth, width, area, etc. ഇതൊക്കെ എന്തിൽ ഇൻക്ലൂഡഡ് ആവണം? മെഷർമെൻറ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ആവണം. പിന്നെന്താ നമ്പേർഡ് സീരിയൽ നമ്മൾ നമ്പറിങ് കൊടുക്കണം. പിന്നെ പ്രോപ്പർ രജിസ്റ്റർ മേ ബി മെയിൻറ്റെയിൻഡ് ഇൻഡിക്കേറ്റിംഗ് ദ ഡീറ്റെയിൽസ് ആൻഡ് നമ്പർ ഓഫ് മെഷർമെൻറ്റ് ബുക്ക് വിത്ത് ദ ഓർഗനൈസേഷൻ. ഇഷ്യൂ ഓഫ് മെഷർമെൻറ്റ് ബുക്ക്, എംപ്ലോയ് ടു ഹൂം ഇഷ്യൂഡ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കണം. സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്ക് ഈസ് എ മെഷർമെൻറ്റ് ബുക്ക് ഓഫ് പെർമനൻറ്റ് നേച്ചർ. In it, detailed measurement of building are correctly recorded on its competition so as to facilitate preparation of estimate for periodic repairs. എന്താ എല്ലാ ഡാറ്റാസും ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ദിസ് ബുക്ക് ഈസ് റിക്വയർഡ് ടു ബി അപ്ഡേറ്റഡ് എവറി ഇയർ ഓൺ ദ ബേസിസ് ഓഫ് അഡീഷൻസ്, ആൾട്ടർനേഷൻ ആൻഡ് മസ്റ്റ് ബി ചെക്ക്ഡ് ഓൺ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. എല്ലാ വർഷവും ഇതെന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് എന്ത് പറയണത് ടെൻഡറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ സോ ഈ പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. ഫോർത്ത് മൊഡ്യൂളിന് വരാൻ ചാൻസ് ഉള്ള ചോദിച്ചിട്ടുള്ള ഒരു ഇതുകൂടിയാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോവാം. താങ്ക് യു.